കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരി ചെങ്കള അതിർക്കുഴിയിലെ ആശാലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന മൊഴിയും നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദതയെന്ന അവസാന വാട്സപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നുണ്ട്. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന പിണറായി വിജയന്റെ ആരോപണത്തിനെതിരെ LDF സർക്കാരിൻ്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്തെത്തി. വെള്ളിയാഴ്ച രാവിലെ കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്ത് ഐസ്ക്രീമിൽ എലിവിഷൻ ചേർത്ത് കഴിച്ച ആശാലത ഞായറാഴ്ച രാവിലെയോടെയാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ മരിക്കും മുൻപ് കൊടുത്ത മൊഴിയിൽ ആർക്കെതിരെയും പരാമർശമില്ല. സെക്ഷൻ മാറിയത് ആണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടായിരുന്നോ എന്നത് അന്വേഷണം കഴിഞ്ഞ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്, അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ച, ഞാൻ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കളക്ടർ ഉൾപ്പെടെ സൂചിപ്പിച്ചതും ആ കുട്ടി വിഷം കഴിച്ച് 2 ദിവസം കഴിഞ്ഞാണ് മരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിന് വ്യക്തമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുത്തതിനകത്തും വീട്ടിലും ഓഫീസിലുമുള്ള സ്ട്രെസ്സാണ് കാരണം. എനിക്ക് ആരോടും പരാതിയില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ. അതോടൊപ്പം തന്നെ ഈ കുട്ടി സീനിയർ ക്ലർക്കാണ്, അവരെ സ്ഥലം മാറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണോ അത് നടന്നത്, അതിന് മുമ്പാണോ നടന്നത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കലർത്തുന്നത് പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ലെന്നും മന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. KB ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, നമുക്കറിയാം സാധാരണ നമ്മുടെ നാട്ടിലൊരു ആത്മഹത്യയോ ഇത്തരത്തിലുള്ള ദുരൂഹ മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയം കണ്ടെത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണമൊക്കെ സ്വാഭാവികമാണ്. ഇത് ഈ ആശാലതയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ എന്താണ്? ടോമെ, അതിർക്കുഴി സ്വദേശിനിയായ ആശാലതയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ എലിവിഷം കഴിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതായത് കലക്ടറേറ്റിലെത്തിയ ഇവർ സ്വന്തം കാറിൽ നിന്ന് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി ഇങ്ങനെ കഴിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ തന്നെ സ്വയം കാർ ഓടിച്ച് ആശുപത്രിയിലെത്തി താൻ എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം പറയുന്നു. പക്ഷേ അപ്പോഴേക്കും സ്ഥിതി ഗുരുതരാവസ്ഥയിലായി. അങ്ങനെ ഇവരെ കാസർഗോട്ടെ തന്നെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്നും വീണ്ടും ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമായുണ്ടായത്. ഇന്നലെ ഒരു 2:30 മണിയോടുകൂടിയാണ് ഇവർ മരണത്തിന് കീഴടങ്ങിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ എന്താണ് ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ, അതും ഇവരുടെ ജോലി സ്ഥലത്ത് എത്തി അവിടെ നിന്നും ഇങ്ങനെ ഒരു വിഷം കഴിക്കാനിടയായ സാഹചര്യം, അതിലിപ്പോഴും ദുരൂഹത തുടരുന്നുണ്ടെന്ന് വേണം പറയാൻ. പോലീസിന് ഇതിലൊരു കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ജോലി സമ്മർദ്ദമായ എന്തെങ്കിലും പ്രശ്നം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിനിടയിലാണ് ഇവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസ്, നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ, ഈ രീതിയിലുള്ള ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇവർ ഇടുന്നത്. എൻ്റെ നിശബ്ദത എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നത്. അതോടൊപ്പം ഒരു പൂച്ചയുടെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടുന്നത്. ഇത് എന്താണെന്നാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിനായി സഹപ്രവർത്തകരോടും ഒപ്പം ഇവരുടെ സുഹൃത്തുക്കളോടും ഇവരുടെ ബന്ധുക്കളോടും ആയി പോലീസ് ഇതിൽ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പോലീസിന് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ രാഷ്ട്രീയമായ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വിഷയത്തിൽ പുറത്തു വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഈ LDF അനുകൂല സംഘടനാ പ്രവർത്തകർക്ക് നേരെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്കിടയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുന്നു എന്ന തരത്തിലാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. പിന്നീട് ആശാലതയുടെ മരണത്തിന് ഉത്തരവാദിത്വം കാരണം ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. ആ സ്ഥലം മാറ്റമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് അതിൽ വ്യക്തമാക്കിയത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ VD സതീശന്റെ ഒരു പോസ്റ്റ് വരുന്നു. മെയ് 12-നാണ്, അതായത് LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇവരെ കളക്ടറേറ്റിലെ തന്നെ എൻഡോസൾഫാൻ സെല്ലിന്റെ ചുമതലയുള്ള വിഭാഗത്തിലേക്ക്, അതായത് അതേ 1ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കളക്ടറേറ്റിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു വിഭാഗത്തിലേക്ക് ഇവരെ സ്ഥലം മാറ്റുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയ ആരോപണം ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വ്യക്തിപരമായ എന്തൊക്കെയോ കാരണങ്ങളുണ്ടെന്ന് വേണം നമുക്ക് ആ വാട്സാപ്പ് സ്റ്റാറ്റസ്, ഇവരുടെ അവസാനത്തെ വാട്സാപ്പ് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ. അന്ന് രാവിലെ ഇവർ ഒരു ജിമ്മിൽ പോയിരുന്നു. ആ ജിമ്മിൽ പോയതിനു ശേഷമാണ് ഇവർ ഈ കലക്ടറേറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ കലക്ടറേറ്റ് കോമ്പൗണ്ടിനകത്ത് ഇവരുടെ വാഹനം, കാറ് പാർക്ക് ചെയ്യുന്നു. ആ കാറിനകത്ത് തന്നെ ഇവർ ഐസ്ക്രീമിൽ എലിവേഷൻ കലർത്തിയാണ് ഇവർ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, പിന്നീട് ഗുരുതരാവസ്ഥയിലുമാകുന്നതും. എന്തായാലും ഇവർ വലിയ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.